പാർലമെന്റ് അംഗമെന്ന നിലയിൽ ഇതുവരെ കിട്ടിയ വരുമാനവും പെൻഷനും എന്തു ചെയ്തെന്ന് വെളിപ്പെടുത്തി സുരേഷ് ഗോപി. ബി.ജെ.പി. ആലപ്പുഴ ജില്ലാ ഓഫീസ് ഉദ്ഘാടനത്തിനിടെയാണ് തൃശൂർ എം.പി ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യസഭ എം.പി ആയിരുന്നപ്പോഴും ഇപ്പോൾ തൃശൂർ എം.പി ആയിരിക്കുമ്പോഴും പാർലമെന്റിൽ നിന്ന് കിട്ടിയ വരുമാനവും പെൻഷനും താൻ കൈകൊണ്ട് തൊട്ടിട്ടില്ലെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഇക്കാര്യം ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. താൻ ഈ തൊഴിലിന് വന്ന ആളല്ല എന്നും സുരേഷ് ഗോപി പറയുന്നു. താൻ ഇഷ്ടപ്പെടുന്ന നേതാക്കളുണ്ട്, അവർക്ക് രാഷ്ട്രീയ പിൻബലം നൽകാനാണ് രാഷ്ട്രീയത്തിൽ വന്നതെന്നും തൃശൂർ എം.പി വ്യക്തമാക്കി. ഒരിക്കലും രാഷ്ട്രീയം ഉണ്ടാകില്ലെന്ന് കരുതിയ ആളാണ്. ഗുജറാത്തിൽ വെച്ച് നരേന്ദ്രമോദിയെ കണ്ടു കഴിഞ്ഞപ്പോഴും ഈ തീരുമാനത്തിന് മാറ്റമുണ്ടായിരുന്നില്ല. എന്നാൽ തന്റെ അന്നം മുട്ടിക്കുന്ന ചില രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടായപ്പോഴാണ് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ടി വന്നത്. അങ്ങനെയാണ് രാഷ്ട്രീയത്തിന്റെ താരനിരയിലേക്ക് ഇറങ്ങിയതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ഒരു പുസ്തകം എഴുതിയാൽ തീരാവുന്നതേയുള്ളൂ പല മഹാന്മാരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സുരേഷ് ഗോപി ആംബുലൻസ് ദുരുപയോഗം ചെയ്ത പരാതിയിൽ പോലീസ് നടപടി ആരംഭിച്ചു. ബാരാഹി അസോസിയേറ്റ് സിഇഒ അഭിജിത്തിനെ തൃശൂർ ഈസ്റ്റ് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. തിരുവമ്പാടി ദേവസ്വം ഓഫീസിലേക്ക് സുരേഷ് ഗോപിക്ക് എത്താൻ ആംബുലൻസ് വിളിച്ചു വരുത്തിയത് അഭിജിത്താണെന്നാണ് ആംബുലൻസ് ഡ്രൈവർ മൊഴി നൽകിയിരുന്നത്. പൂരനഗരിയിലെത്താൻ സുരേഷ് ഗോപി ആംബുലൻസ് ദുരുപയോഗം ചെയ്തുവെന്ന് ആരോപിച്ച് CPI തൃശൂർ മണ്ഡലം സെക്രട്ടറിയായ അഡ്വക്കേറ്റ് സുമേഷാണ് പോലീസിന് പരാതി നൽകിയിരുന്നത്.